നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഈ പറയും പോലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നൽകിയാൽ അത് KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാന തീരുമാനമാകും. എന്നാൽ അത് ചുമ്മാതങ്ങ് പറയുകയല്ല. ചില പ്രാഥമിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ദിര ഗ്യാരണ്ടി. KSRTCയിൽ ദിവസവും ശരാശരി 23 ലക്ഷം പേർ യാത്ര ചെയ്യുന്നുണ്ട്. 50% സ്ത്രീകൾ. വലിയ സാമ്പത്തിക ബാധ്യതയായേക്കാവുന്ന പദ്ധതിക്ക് പല മാർഗങ്ങളാണ് ആലോചനയിലുള്ളത്. സർക്കാരിന് നേരിട്ടുള്ള സബ്സിഡി വഴി സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക സർക്കാരിന് KSRTCക്ക് നൽകാം. ബജറ്റിൽ പ്രത്യേകം തുക കണ്ടെത്തിവെക്കാം. അതിനായി കൂടിയാണ് യാത്രക്കാരിൽ സ്ത്രീകളുടെ കണക്കെടുപ്പ് തുടങ്ങിയത്. സാമ്പത്തികമായി പല തട്ടിൽ നിൽക്കുന്നവർക്ക് സൗജന്യ യാത്ര നൽകിയാൽ അത് സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കും. അതിനാൽ ഗുണഭോക്താക്കളെ കണ്ടെത്തി സേവനം ഉറപ്പാക്കുന്നതാണ് അടുത്ത രീതി. കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിദ്യാർത്ഥിനികൾ, കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകൾ, BPL കാർഡ് ഉടമകൾ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിങ്ങനെ മാനദണ്ഡം വയ്ക്കാം. സ്മാർട്ട് കാർഡ് പോലെയുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചാൽ ദുരുപയോഗം ഒഴിവാക്കാം. ഇത് സാധ്യമല്ലെങ്കിൽ പ്രത്യേക സർവീസുകൾ സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങുക എന്നതാണ് മറ്റൊരു മാർഗം. ഓർഡിനറി ബസ്സിൽ മാത്രമായി സൗജന്യ യാത്ര ചുരുക്കിയാൽ ഇതര ബസ്സുകളിലെ വരുമാനം നഷ്ടമാകില്ല. പരസ്യ വരുമാനത്തിലൂടെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ചെലവാകുന്ന തുക തിരിച്ചുപിടിക്കുകയാണ് മറ്റൊരു വഴി. ബസ്സുകളിലെ ഡിജിറ്റൽ പരസ്യം വഴിയോ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വിപുലപ്പെടുത്തി പണം കണ്ടെത്തിയോ പദ്ധതി നടപ്പാക്കാം. താരതമ്യേന ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ബസ് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിച്ച് സൗജന്യ യാത്ര അതിൽ മാത്രമായി ചുരുക്കാം. പൊതുമേഖലാ സ്ഥാപനമാക്കി KSRTCയെ നിലനിർത്തുന്നതിന് പകരം പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാക്കുകയെന്ന ആശയവും ഉയർന്നു വരുന്നുണ്ട്. പദ്ധതി എടുത്തുചാടി നടപ്പാക്കുന്നതിനപ്പുറം ദൂരവ്യാപകമായി ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെയും തിരിച്ചറിയണം. എന്നാൽ മാത്രമേ സൗജന്യ യാത്രയ്ക്ക് ഗ്യാരണ്ടിയും വാറന്റിയും ഉണ്ടാവുകയുള്ളൂ.